മറിയുടെ എക്സ് ഇൻഷുറൻസ് കമ്പനിക്കാർക്ക് കൊടുക്കുവാനായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പിയൊക്കെ മേടിക്കുകയാണ്. അതിലാകട്ടെ ഡിവോഴ്സിന്റെ ഡേറ്റ് ഒക്കെ കൊടുത്ത് കാണുമെന്നാണ് അവൻ വിചാരിക്കുന്നതെങ്കിൽ പോലും സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയുമ്പോഴത്തേക്കും അതിൽ ഡിവോഴ്സിന്റെ ഡേറ്റ് ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അവരും അതിനെക്കുറിച്ച് അവിടെ ഉള്ളവരുടെ അടുത്തായിട്ടും ചോദിക്കുന്നു. ഡിവോഴ്സിന്റെ ഫോം ഒന്നും തന്നെ ഇതുവരെയായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ലീഗലി മാരീഡ് ആണ് എന്നും അവരും അറിയിക്കുകയാണ്. ഡിവോഴ്സിന്റെ ഫോമൊക്കെ മെറുക്കി കൊടുത്തിട്ട് ഒരുപാട് നാളായെങ്കിൽ പോലും ഇതുവരെയായിട്ടും അവൾ സബ്മിറ്റ് ചെയ്യാത്തത് തന്നോടുള്ള ഇഷ്ടം കാരണമായിരിക്കുമെന്ന് എക്സും തെറ്റിദ്ധരിക്കുന്നു. സോ അവനും ഇപ്പോൾ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് മെറിയുടെ വീടിന് മുമ്പിലായിട്ട് നിൽക്കുമ്പോഴത്തേക്കുമാണ് അതിൽ നടന്നു പോയ ആൾക്കാര് സംസാരിക്കുന്നത് അവനും കേൾക്കുന്നത്. അതായത് മെറിയുടെ ഹസ്ബൻഡ് വളരെയധികം ലക്കിയാണെന്നും അതുകൊണ്ടല്ലേ മെറി ലക്കി ഡ്രോ വഴി ഈ ഒരു വീടൊക്കെ മേടിച്ചതെന്നും ഇപ്പോൾ തന്നെ ഈ ഒരു വീടിന് ഒരുപാട് തുകയൊക്കെ ആകുന്നതായിരിക്കുമെന്നുമൊക്കെ അവർ പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും എക്സും ലക്കി ഡ്രോ വഴി സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കപ്പിളുടെ ഫോട്ടോ ഒക്കെ എടുത്തു നോക്കുന്നു. അപ്പോഴാണ് അത് മെറിയും വൂജുവുമാണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. കൂടാതെ മെറി പറഞ്ഞ പല കാര്യങ്ങളും ഓർത്ത് നോക്കുമ്പോഴത്തേക്കും അവനും ശരിക്കും തനിക്ക് പകരമായിട്ട് വൂജുവാണ് അവളുടെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നതെന്നുള്ള കാര്യമെല്ലാം തന്നെ മനസ്സിലാക്കുന്നു. ഇപ്പോൾ മെറിയുടെ അടുത്തായിട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ എക്സ് ചോദിക്കുമ്പോഴത്തേക്കും അന്ന് നിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നീ ഫോൺ എടുക്കാത്തത് കൊണ്ട് എന്റെ മുമ്പിൽ മറ്റു മാർഗങ്ങളില്ലാതെ ആയിരുന്നു ഞാൻ വൂജുവിന്റെ അടുത്ത് എന്നിട്ട് ഇതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്നെല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നെന്ന് അവളും പറയുകയാണ്. അങ്ങനെ ഇരിക്കെ നീ ശരിക്കും എന്നെ പറ്റിക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഡിവോഴ്സിന്റെ ഫോം ഒക്കെ നീ സബ്മിറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ നിനക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഈ ഒരു ലക്കി ഡ്രോ തന്നെ ക്യാൻസൽ ആകുന്നതായിരിക്കുകയില്ലേ. സോ നീ തന്നെ മനഃപൂർവ്വമായിട്ട് ചെയ്ത കാര്യങ്ങളല്ലേ ഇതേന്ന് ചോദിച്ചുകൊണ്ട് മെറീനെ കുറ്റപ്പെടുത്തുവാനായിട്ട് അവൻ ശ്രമിക്കുമ്പോഴത്തേക്കും നീയാണ് എന്നെ ചീറ്റ് ചെയ്തത്, എന്നെ ഒരു രാത്രി കൊണ്ട് ഡിവോഴ്സ് ചെയ്തത്, മാത്രമല്ല എനിക്ക് എത്രത്തോളം കടമുണ്ടായിരുന്നു എന്നൊക്കെ നിനക്ക് അറിയാമോ. സോ എന്റെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ സംസാരിക്കുമ്പോഴത്തേക്കും വൂജുവിനെ ഇഷ്ടമില്ലാത്ത അവനാകട്ടെ ഇപ്പോൾ ശരിക്കുമുള്ള നിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഞാൻ തിരിച്ചു വന്നല്ലോ, അതുകൊണ്ട് തന്നെ നീ വൂജുവിനെ ഒഴിവാക്കിയേക്ക്, എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ ഒരു വീട്ടിൽ താമസിക്കാമെന്ന രീതിക്ക് അവനും സംസാരിക്കുന്നു. പക്ഷെ അപ്പോഴാണ് മെറിക്ക് വൂജുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം എല്ലാം തന്നെ അവനും മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇരിക്കെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന അവനും ഞാൻ ഇപ്പോൾ തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെ കോൾ ചെയ്തിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുവാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴത്തേക്കും മെറിയും ഒട്ടും തന്നെ പേടിക്കുന്നില്ല. ഞാനൊരു കള്ളമൊക്കെ പറഞ്ഞിട്ടാണ് ഈ വീട് നേടിയെടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷെ എനിക്ക് സമാധാനമായിട്ട് ഇരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും സെക്രട്ടറിനെ കണ്ട് സത്യങ്ങളൊക്കെ പറയുവാനായിട്ടായിരുന്നു ഞാനും തീരുമാനിച്ചത്. ഇത് എന്നെ മാത്രം ആയിരിക്കില്ല, വൂജനെ കൂടി ബാധിക്കുന്നതായിരിക്കും, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീടൊക്കെ ഉപേക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മെറിയും പറയുന്നു. പക്ഷെ ആ ഒരു വീട് അങ്ങനെ നഷ്ടപ്പെടുത്തുവാനായിട്ട് എക്സ് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെറിയുടെ അടുത്തായിട്ട് ഈ ഒരു വീട് നീ നഷ്ടപ്പെടുത്തുവാനായിട്ട് നോക്കുകയാണെങ്കിൽ ഞാനും വൂജുവിന്റെ ഐഡന്റിറ്റിക്ക് എക്സ്പോസ് ചെയ്യുന്നതായിരിക്കും. വൂജു ശരിക്കും ബേക്കറിയിലെ ചെറുവുമണ്ട് കൊച്ചുമോനൊക്കെ അല്ലേ. അങ്ങനെ ഇരിക്കെ വിവാഹം കഴിഞ്ഞ ഒരാളുമായിട്ടാണ് അവന് ബന്ധമുള്ളതെന്നും അതുപോലെ തന്നെ ഈ ഒരു ഫ്രോഡ് പരിപാടിയൊക്കെ കാണിച്ചിട്ടാണ് അവൻ ഈ വീടൊക്കെ സ്വന്തമാക്കിയതെന്നുമൊക്കെ ഞാൻ പുറത്ത് പറയുകയാണെങ്കിൽ അവരുടെ ഇമേജിനെ തന്നെ അത് ബാധിക്കും. എന്നേക്കുമായിട്ട് അവൻ ആ ഒരു കമ്പനി പോലും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. കമ്പനിയുടെ സെയിൽസും കുറയും. അങ്ങനെ മൊത്തത്തിൽ അവൻ ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്ന എക്സും മറിയുടെ വൂജുവിന്റെ ഫോട്ടോ ഒക്കെ നശിപ്പിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും പോകുന്നത്. വൂജു മെറീനെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മറി ആകെ വിഷമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു പക്ഷേ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ കാരണമായിരിക്കുമോ അവളും വിഷമിച്ചിരിക്കുന്നുണ്ടാവുക എന്നൊക്കെ അവനും തെറ്റിദ്ധരിക്കുന്നു. ഇപ്പോൾ വൂജുവിനെ മുത്തശ്ശിയും വിളിപ്പിച്ചിരിക്കുകയാണ്. അതായത് നേരത്തെ അവരുടെ കമ്പനിയിലുണ്ടായിരുന്ന ഒരു കോയൊക്കെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കോയുടെ ഡ്രോയറിൽ നിന്നും കിട്ടിയ പേപ്പേഴ്സ് ആണ് ഇതേന്ന് പറഞ്ഞിട്ട് അഴിമതിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് തെളിയിക്കുന്ന രീതിക്കുള്ള പേപ്പേഴ്സ് ഇപ്പോൾ വൂജുവിനെയും മുത്തശ്ശി ഏൽപ്പിക്കുകയാണ്. നമ്മുടെ കമ്പനിയുടെ ഫണ്ട്സ് എല്ലാം തന്നെ ജെ കൺസൾട്ടിംഗ് എന്ന യുഎസിലെ ഒരു കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് യുഎസിൽ ഒരു മാർക്കറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആ കമ്പനീനെ ഹയർ ചെയ്തിട്ട് നമ്മുടെ മാർക്കറ്റ് ഒക്കെ വർദ്ധിപ്പിക്കുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അവര് നമുക്ക് ഒരുപാട് ലൈസൻസ് ഒക്കെ എടുത്തു തന്നിട്ടുണ്ട്. കൂടാതെ സബ് കോൺട്രാക്ടുകാരുമായിട്ട് ഇടപാടുകളും അവർ നടത്തി. ശരിക്കും അതെല്ലാം തന്നെ നല്ല രീതിക്ക് ആയിരിക്കും പോകുക എന്നാണ് നമ്മൾ വിചാരിച്ചെങ്കിൽ പോലും ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള പല സബ് കോൺട്രാക്ടുകാരും അവരൊന്നും നിലവിലുള്ളതല്ല എന്നും വെറുതെ ഉള്ള ഫേക്ക് കമ്പനീസ് ആണ് എന്നും സോ നമ്മുടെ പണം എല്ലാം തന്നെ ഫേക്ക് കമ്പനിയിലേക്കാണ് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ടായിരുന്നതെന്നും എല്ലാം തന്നെ ഇപ്പോൾ മുത്തശ്ശിയും പൂച്ചനെ അറിയിക്കുകയാണ്. ഈ ഒരു ജെ കൺസൾട്ടിംഗ് എന്ന കമ്പനീനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നത് അങ്കിളായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്കിൾ അറിയാതെ ആയിരുന്നു നമ്മളും കമ്പനിയെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെന്നും അങ്ങനെയാണ് ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കമ്പനീസുമായിട്ടാണ് ഇവർ കോൺട്രാക്ട് ഒക്കെ വെച്ചിട്ടുള്ളതെന്നും നമ്മുടെ പണം എല്ലാം തന്നെ അവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണെന്നുള്ള സത്യം എല്ലാം തന്നെ മനസ്സിലാക്കിയതെന്നും ഇപ്പോൾ മുത്തശ്ശിയും വൂച്ചുവിനോട് പറയുന്നു. വൂച്ചുവും പിന്നീട് ആ ഒരു ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇതേ ഫയൽസ് നേരത്തെ അങ്കിളിന്റെ മേശയിൽ ഇരുന്നതിനെ കുറിച്ച് അവനും ഓർക്കുന്നത്.
ഇപ്പോൾ വൂജുവിന് യുഎസിൽ പരിചയമുള്ള ഒരാളെ കോൾ ചെയ്തിട്ട് ജെ കൺസൾട്ടിംഗ് എന്ന കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ അന്വേഷിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. വൂജുവും മെറി വിഷമിച്ചിരിക്കുന്നത് മുത്തശ്ശി കാരണമായിരിക്കുമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എങ്ങനെയാണ് മെറിയുടെ വിഷമമൊക്കെ മാറ്റിയിട്ട് പഴയതുപോലെ ആക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ ആലോചിക്കുന്നു. ഈ ഒരു സമയത്തായിരുന്നു ഓങ്സു അവന്റെ ടീമിലെ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നതൊക്കെ വൂജുവും കേൾക്കുന്നത്. ഒരു പെൺകുട്ടി നമ്മുടെ ഗേൾ ഫ്രണ്ട് ഒക്കെ ആയതിനു ശേഷം പിന്നീട് അവളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ ആ പ്രശ്നം സോൾവ് ചെയ്യാമെന്ന് പറയുന്ന രീതിക്കായിരുന്നു ഓങ്സുവും സംസാരിച്ചത്. അതായത് അവളുമായിട്ട് ഏതെങ്കിലും നല്ല സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് കുറെ സ്ഥലത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഓങ്സും ഇപ്പോൾ ഹാനിന് അയച്ചു കൊടുക്കുന്നു. അതിനുശേഷം അവൾക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കണം. അവള് വിശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് ഫുഡൊക്കെ കഴിക്കുവാനുള്ള സ്ഥലമൊക്കെ അവളുടെ വയറ്റിൽ എന്തായാലും കാണുമെന്ന രീതിക്ക് ഓങ്സു സംസാരിക്കുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ ഓരോരോ പോയിന്റ്സ് ആയിട്ട് പൂജവും എഴുതിയെടുക്കുന്നു. അടുത്തതായിട്ട് അവളെ കാണുവാനായിട്ട് പോകുന്ന സമയത്ത് വെറും കൈയോടെ ഒരിക്കലും പോകരുത്. എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് മാത്രമേ പോകാവൂ എന്ന് ഉങ്സ് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം തന്നെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്ന വൂജുവും ഇത് നമുക്ക് മെറിയുടെ അടുത്ത് പ്രയോഗിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. വൂജു മെറിനെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഡേറ്റിനൊക്കെ എവിടെയെങ്കിലും പോയാലോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും അവൾ ആകെ നെർവസ് ആയതുകൊണ്ട് തന്നെ നിലവിൽ അവരുടെ കമ്പനിയുടെ 80ാമത്തെ ആനിവേഴ്സറിക്ക് വരുവാനായിട്ട് പോവുകയാണ്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റ് ചെയ്താൽ പോരെ എന്ന് അവളും ചോദിക്കുന്നു. അവൾക്ക് ഒരുപാട് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഇടയ്ക്ക് അവനോട് സംസാരിക്കുവാനായിട്ട് പോലും സമയം കിട്ടുന്നില്ല എന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവനും അതെല്ലാം തന്നെ വിശ്വസിക്കുകയാണ്. നേരത്തെ ജെ കൺസൾട്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് വൂജും ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അയാളും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു കമ്പനി ജെസിക്ക എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ പേരിലാണ് ഉള്ളതെന്നും അവര് കൊറിയയിൽ നിന്നും ഇമിഗ്രന്റ് ആയിട്ട് വന്നതാണ് എന്നും അയാളും പറയുകയാണ്. അവൾക്ക് 8 വയസ്സുള്ള ഒരു കുട്ടിയൊക്കെ ഉണ്ട്. കൂടാതെ കുറേയധികം വർഷങ്ങളായിട്ട് ഇപ്പോൾ യുഎസിൽ തന്നെ ഒരു റെസ്റ്റോറന്റ് ഒക്കെ നടത്തി വരുന്നു. പോരാത്തതിന് ജെ കൺസൾട്ടിങ് ഇപ്പോൾ നിലവിലില്ല. അവരും ആ ഒരു കമ്പനിയൊക്കെ പൂട്ടിയെന്ന കാര്യമെല്ലാം തന്നെ അയാൾ പറയുന്നു. ആന്റിയും ഇപ്പോൾ ഒരു ഫോർച്യൂൺ ടെല്ലറിനെ കാണുവാനായിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ അങ്കിളിനെ കോൾ ചെയ്തിട്ട് ഫോർച്യൂൺ ടെല്ലർ എന്റെ കൂടെ തന്നെ നടക്കുന്ന ഒരാൾ എന്നെ ചതിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ എന്നെ ചതിക്കുന്നത് ആരായിരിക്കുമെന്നുമൊക്കെ ആന്റി ചോദിക്കുമ്പോഴത്തേക്കും അങ്കിളും ഒന്ന് ഞെട്ടുന്നുണ്ട്. എങ്കിൽ പോലും അത് ചിലപ്പോൾ എന്റെ അമ്മയാകുവാനാണ് സാധ്യത എന്നാണ് ആന്റി പറയുന്നത്. അതായത് 80ാമത്തെ ആനിവേഴ്സറിക്ക് വരുന്ന സമയത്ത് ബൂജുവിനെ ആയിരിക്കും അമ്മ അടുത്ത അനന്തരാവകാശിയായിട്ട് പ്രഖ്യാപിക്കുക. അത് ശരിക്കും ഒരു ചതിയൊക്കെ അല്ലേ? എന്റെ ഉങ്സുവിനെ അമ്മ മനഃപൂർവ്വമായിട്ട് തടയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മേനെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ആന്റി ഇരിക്കുന്നത്. എന്തായാലും അങ്കിളും വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ ആന്റിയുടെ അടുത്ത് സംസാരിച്ചിട്ട് അത് ഡീൽ ചെയ്തിട്ട് വരുന്നു. അതേസമയം അങ്കിളുടെ സെക്കൻഡ് വൈഫിന് ഇതൊന്നും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് നിന്റെ അടുത്തുള്ള പ്രണയം കാരണം ഞാൻ 27 വർഷത്തോളം കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 8 വയസ്സുള്ള ഒരു മകനുണ്ട്. അങ്ങനെയിരിക്കെ നിന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നീയാക്കട്ടെ ഞങ്ങളെ ഒരു കൊറിയൻ റെസ്റ്റോറന്റിൽ പോലും ഒന്നിച്ച് കൂട്ടിക്കൊണ്ട് പോകാറില്ല. ഇനിയും ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നീ എത്രയും വേഗം അവളെ ഡിവോഴ്സ് ചെയ്യണമെന്ന് സെക്കൻഡ് വൈഫ് പറയുമ്പോഴത്തേക്കും നീ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇപ്പോൾ തന്നെ നമ്മുടെ പ്ലാൻ ഒക്കെ സക്സസ് ആകാറായിരിക്കുകയാണ്. അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാനും വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അവളെയും അങ്കിൾ സമാധാനിപ്പിക്കുന്നു. പക്ഷെ അങ്കിളിനും അവളെ ചതിക്കുവാനായിട്ട് പോലും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സ്കൂളൊക്കെ വിട്ടിട്ട് സെക്കൻഡ് വൈഫിന്റെ മകൻ അവിടെ എത്തുന്നത്. ഈ ഒരു മകനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ മെറിയുടെ അനിയത്തിയാണ്. അതായത് ഈ ഒരു അനിയത്തി വർക്ക് ചെയ്യുന്നത് ഈ സെക്കൻഡ് വൈഫിന്റെ തന്നെ റെസ്റ്റോറന്റിലാണ്. അതുകൊണ്ടാണ് ഇതുപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു കൊടുക്കുന്നതും. കൂടാതെ ഇപ്പോൾ അച്ഛൻ വന്നുവെന്ന സന്തോഷത്തില് അവനും അകത്തേക്ക് ഓടിച്ചെല്ലുന്നു.